dear students, welcome to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today, I am here with the paper Strategic Management, which is a core paper for BCom Tax Procedure and Practices students under Kerala University. This is the 8th lecture of the series. In this lecture, we are discussing about the features of strategic management. Let us discuss. Strategic management plays significant role in modern business scenario. It involves continuous process of decision making that are vital for survival, growth and flourish of an organization. The following are the features of strategic management. ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും എല്ലാം ഡിസിഷൻ എടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്. Strategic management has emerged out of management in their areas where the concept of management is taken as a process for achieving certain objectives of the organization for which it is brought into existence. ഫസ്റ്റ് ഫീച്ചർ പറയുന്ന സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സാണ്. എന്തുകൊണ്ടെന്നാൽ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് ഇവിടെ അച്ചീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. സെക്കൻഡ് ഫീച്ചർ ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ദ ഓപ്പൺ സിസ്റ്റം ഇൻ വിച്ച് ദ ഫേംസ് ഇൻറ്ററാക്ട് വിത്ത് ദ എൻവയോൺമെൻറ്റ് calls for strategic decisions to be made in the light of how suppliers, creditors, customers, competitors and government are likely to react to the environmental changes. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എപ്പോഴും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ പുറത്തു നിന്നുള്ള സറൗണ്ടിങ്സ് ആണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഓർഗനൈസേഷന് പുറത്തുള്ള ആൾക്കാർ അവരാരൊക്കെയാണ്? സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഗവൺമെൻറ്. ഇവരെല്ലാം ഓർഗനൈസേഷന് എക്സ്റ്റേണലി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നമ്മൾ ഓർഗനൈസേഷന് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യേണ്ടി വരും. നമ്മളെടുക്കുന്ന ഡിസിഷൻസിനോട് എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്, നമ്മുടെ ഓർഗനൈസേഷനിൽ എടുക്കുന്ന ഡിസിഷനോട് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അതിപ്പോൾ സപ്ലയേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആവാം, നമ്മുടെ ഗവൺമെൻറ് ആവാം. ഇവരെല്ലാം നമ്മുടെ ബിസിനസ്സിനോട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന ഏതൊരു ഡിസിഷനും അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ. അത് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെയാണ്. Next one, strategic management is basically top management function. Since the environment of the organization is always changing, providing new opportunities and threats, top management must spend more and more times on this aspect. Thus, there is a considerable change on the emphasis of top management functions in the organization, particularly in large and complex organizations. The change is from operational management to strategic management. മൂന്നാമത്തെ ഫീച്ചർ പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ബേസിക്കലി ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അവിടെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം, പുതിയ ത്രെഡ്സുകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ടോപ്പ് മാനേജ്മെൻറ്റ് അവരുടെ മുഴുവൻ സമയവും ഈ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം, സ്പെൻഡ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു സ്മോൾ ചേഞ്ച് ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലും ആ എഫക്റ്റ് ഉണ്ടാകും. നെക്സ്റ്റ് വൺ, സ്ട്രാറ്റജിക് ഇഷ്യൂസ് വാറന്റ് ടോപ്പ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ്. സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആർ ഹാവിംഗ് for reaching impact on several areas of firm's operations. Hence, top management involvement in decision making is imperative. These decisions must be made by top management as these are the pillars of organization.
ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ഓർഗനൈസേഷൻ്റെ പില്ലേഴ്സ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ എടുക്കുന്ന ഡിസിഷൻസിൻ്റെ എല്ലാം ഒരു അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് ടോപ്പ് മാനേജ്മെൻറ്റ്. ദെൻ ഫിഫ്ത്ത് വൺ, സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഇൻവോൾവ് ദ അലോക്കേഷൻ ഓഫ് ലാർജ് എമൗണ്ട്സ് ആൻഡ് റിസോഴ്സസ്. By very nature, strategic issues call for allocation of large amounts and resource deployment. The strategic issues is one of expansion and expanding the production capacity or entering into new market or modernization to cut cost or technological upgradations. സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് ലാർജ് എമൗണ്ടിലുള്ള റിസോഴ്സ് അലോക്കേഷനെ ഒക്കെ ഉണ്ടാവുന്നത്. ഒരു പുതിയ മാർക്കറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, നമ്മുടെ കോസ്റ്റ് കട്ട് ചെയ്ത് മോഡേണൈസേഷൻ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ പുതിയ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോഴൊക്കെയാണ് സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ. ഈ സമയത്ത് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകതയുണ്ട്. ദെൻ സിക്സ്ത് വൺ, സ്ട്രാറ്റജിക് ഇഷ്യൂസ് ആർ ലൈക്ലി ടു ഹാവ് ഇംബൈനിങ് ഇമ്പാക്റ്റ് on the long-term prosperity of firms. The strategic decisions are such that their impact, good or bad, will be known in the long run. When a company sticks to a particular strategic option, its competitive image and merits are tied to that strategy option only. സ്ട്രാറ്റജിക് ഡിസിഷൻസിൻ്റെ ഇമ്പാക്റ്റ് ലോങ് റണ്ണിലുള്ളതാണ്. അതുകൊണ്ട് അത് നല്ലതായാലും മോശമായാലും അത് നമുക്ക് ലോങ് റണ്ണിലേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു കമ്പനി ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജിക് ഓപ്ഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് എങ്കിൽ അവരുടെ കോമ്പറ്റീറ്റീവ് ഇമേജും അവരുടെ മെറിറ്റ്സും ഒക്കെ ആ സ്ട്രാറ്റജിക് ഓപ്ഷനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകും. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോങ് റണ്ണിലുള്ളതാണ് എങ്കിലും നമ്മൾ നമ്മുടെ ഓപ്ഷൻസ് നമ്മുടെ എൻവയോൺമെൻറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യാൻ തയ്യാറാവണം. എന്താ പറഞ്ഞത്? സ്ട്രാറ്റജിക് ഇഷ്യൂസ് ആർ ലൈക്ലി ടു ഹാവ് ഇംബൈനിങ് ഇമ്പാക്റ്റ് ഓൺ ദ ലോങ് ടേം പ്രോസ്പെരിറ്റി ഓഫ് ഫേംസ്. ദെൻ സെവൻത് വൺ, സ്ട്രാറ്റജിക് ഇഷ്യൂസ് ആർ ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ആർ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആൻഡ് ഹാസ് കൺസിഡറബിൾ ഇമ്പാക്റ്റ് ഓൺ ലോങ് ടേം പ്രോസ്പെരിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് എപ്പോഴും ലോങ് ടേം പ്രോസ്പെരിറ്റി ആയിരിക്കും ഉദ്ദേശിക്കുക. ദ ലാസ്റ്റ് ഫീച്ചർ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് സ്ട്രാറ്റജിക് ഇഷ്യൂസ് വാറൻറ്റ് ഡ്യൂ വെയിറ്റേജ് ടു ദ ഫേംസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഈച്ച് ബിസിനസ് യൂണിറ്റ് ഈസ് എ സബ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഓപ്പൺ ആൻഡ് സൂപ്പർ സിസ്റ്റം വിച്ച് ഈസ് അതർവൈസ് നോൺ ആസ് എൻവയോൺമെൻറ്റ്. A firm as a subsystem has great influence of the environment forces on it and it has its own impact on environment. സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ഒരു ഫേമിനെ നമ്മളൊരു സബ് സിസ്റ്റമായിട്ട് കണ്ടുകൊണ്ട് എൻവയോൺമെൻറ്റൽ ഫോഴ്സസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോമുലേറ്റ് ചെയ്യുകയും ആ ഫോഴ്സസിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എപ്പോഴും എൻവയോൺമെൻറ്റിൽ ഉണ്ടായിരിക്കും. These are the features of strategic management. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.